another brand new colorful episode of Mimics Parade. Yes, Mimics Parade നമ്മുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിനെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ചെയ്യാണ്. വെൽക്കം കണ്ടസ്റ്റൻസ്. നമ്മുടെ സ്വന്തം നമ്മുടെ പെർമനന്റ് ജഡ്ജിനെ ഫസ്റ്റ് ഞാൻ വെൽക്കം ചെയ്യാണ്. ജയരാജ് ചേട്ടാ നമസ്കാരം. നെക്സ്റ്റ് ഐ വെൽക്കം നമ്മുടെ സ്വന്തം നവാസ്ക. ടുഡേ വി ഹാവ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് പോലെ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പെഷ്യൽ ജഡ്ജിനെ വെൽക്കം ചെയ്യാണ്. ഷാജൻ ചേട്ടാ. നമുക്ക് എന്തായാലും നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള പെർഫോമൻസ്. നിങ്ങൾക്ക് അവിടെ സ്റ്റേജിൽ തകർത്ത് മറിച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഓൺ സ്ക്രീനിലേക്ക് നമുക്ക് എന്താണ് സിനിമയിൽ ഇങ്ങനെ ഷൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി ആർ സോ ഹാപ്പി. പക്ഷെ എന്നാലും നിങ്ങളുടെ സ്പെഷ്യൽ പെർഫോമൻസ് കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നമുക്ക് എന്തായാലും ഷാജോന്റെ ഒരു ചെറിയ അല്ലേ ഒരു നമ്പറിലേക്ക് തീർച്ചയായിട്ടും വേണം. എനിക്കും കാണണം. കുറെ കാലമായി ഷാജോന്റെ ഷാജോൻ പാട്ട് പാടും എന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുപോലെ മിമിക്രിയും മനോഹരമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഷാജോന് ഇഷ്ടമുള്ള എനിക്ക് വേറെ കാര്യം കൂടി പറയാനുണ്ട്. ആക്ടിങ്ങിന് നമുക്ക് ഷാജോന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ദൃശ്യത്തിലെ അതെ. അതുപോലെ ഇത് ഞാൻ പറയണത് ഇങ്ങനെയുള്ള ഓരോ അംഗീകാരങ്ങളും മിമിക്രി രംഗത്ത് അല്ലെങ്കിൽ മിമിക്രി കലാകാരന്മാരെ സംബന്ധിച്ച് വളരെ അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഒരുപാട് പേര് നമ്മൾ ഓരോരുത്തരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അത് അങ്ങനെ തന്നെ ഇനിയുള്ള ഈ വേദിയിൽ ഇവർക്കൊക്കെ ഒരു പ്രചോദനം കൂടിയാണത്. ഓക്കെ, അപ്പം ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെയാണ്. അത് നമ്മുടെ ഒരുപാട് മിമിക്രി സുഹൃത്തുക്കൾ അനുകരിക്കുന്നുണ്ട്. ഞാനും ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം നവാസിൻ്റെ ഹെൽപ്പും കൂടെ വേണം. ചെറിയൊരു ഇന്റർവ്യൂ പോലെ ചോദിക്കുമ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ ചോദിച്ചാൽ മതി. നമസ്കാരം സാർ, സുഖമല്ലേ? തെളിവുണ്ടോ? 2 കോടി മേടിക്കുന്ന കണ്ടതായിട്ട് തെളിവുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞതിനല്ല സാർ ആൻസർ ചെയ്തത്. താൻ എന്താ ചോദിച്ചേ? ഞാൻ ചോദിച്ചത് സുഖമല്ലേ. ഞാൻ എന്താ പറഞ്ഞ? തെളിവുണ്ടോന്ന്. അത് വേറൊന്നും കൊണ്ടല്ല. ഇത് ഈ പത്രക്കാർ ചോദിക്കുമ്പം പറയാൻ വേണ്ടി കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് ആര് ചോദിച്ചാലും ആദ്യം ഇതേ വരുള്ളൂ, തെളിവുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അത് അങ്ങനെ പറ്റിപ്പോയതാ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ല, ഇനി ചോദിക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചോദിച്ചോ. യക്ഷിയിൽ വിശ്വസിക്കുന്നു? ഇല്ല, യക്ഷിയില്ല. ഞാൻ യക്ഷിയിൽ വിശ്വസിക്കുന്നില്ല. എന്താണ് സാർ യക്ഷിയിൽ വിശ്വസിക്കാത്ത? എന്താണ്? ഈ പാലയിലുണ്ടെന്ന് പറയുന്ന ഒന്നിനും തെളിവില്ല. അപ്പൊ തെളിവില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പേടിക്കണ്ട, നമ്മൾ വിശ്വസിക്കണ്ട പറയാനുള്ളത്. എന്തായാലും നമ്മുടെ ജേർണിയിൽ നമുക്ക് എന്താണ് ഇനി അപ്കമിങ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ദി പെർഫോമർ ആവാനുള്ള ഈ ജേർണിയിൽ ആദ്യമായി പെർഫോം ചെയ്യാനെത്തുന്നു വിവേക്. നമസ്കാരം. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഇന്നിപ്പോ ഒരു ചാക്യാര് ആവാണ്. പ്രകൃതിയിലെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ചാക്യാര് വരെയാണ്. എനിക്കറിയത്തില്ല. നമുക്ക് ചാക്യാർ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് സത്യം പേഴ്സണലി പറയാണ്, ചാക്യാർ കൂത്ത് എന്നൊക്കെ പറയുമ്പം സത്യം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓടി വരുന്നത് ജയരാജേട്ടൻ്റെ ഫേസ് ആണ്. ബിക്കോസ് എനിക്കറിയില്ല, ബിക്കോസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളത് ഇല്ല. ജയരാജേട്ടൻ ഇങ്ങനെ പെർഫോം ചെയ്യുന്നതും ഇതൊക്കെ ഞാൻ ഒരുപാട് ടി വിയിൽ കണ്ടിട്ട് ഞാൻ പേഴ്സണലി ദൈവമേ എന്നിട്ട് പെടുത്താണ് ഒരു മേക്കപ്പ് ഒക്കെ കഴിയുമ്പോ ജയരാജേട്ടനെ പോലെ തോന്നുന്നുണ്ട്. ഇല്ല, ഞാൻ ഒരുപാട് പെർഫോമൻസ് ഞാൻ പേഴ്സണലി എനിക്ക് കാലമായി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെങ്കിൽ ഏതോ ഒരു വഴിയിലൂടെ തിരിഞ്ഞു വന്നപ്പോൾ അതാ മുമ്പിൽ നിൽക്കുന്നു, നമുക്കൊട്ടൊരു പണി തരാൻ. ഇങ്ങനെ പണി തന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും കാണാനൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പറയണ കാര്യങ്ങളൊക്കെ കേമാവണുണ്ട്. അത് മാത്രമല്ല ഇട്ടിരിക്കുന്ന പാതുകമാണെങ്കിൽ ഇതിനേക്കാൾ കേമമായിട്ടുണ്ട്. വേണ്ടി വന്നാൽ ഒരു പർവ്വതാരോഹണം നടത്താൻ വേണ്ട രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് വന്നിരിക്കുന്നു. വളരെ നന്നായിട്ടുണ്ട്. വളരെ സുന്ദരിയായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആയിട്ടുണ്ടോ? ആയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ എന്ന് പറഞ്ഞാൽ തന്നെ ഐശ്വര്യം എന്നാണ് അർത്ഥം. ശ്രീ ഉള്ളവൾ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമുള്ളവൾ എന്നാണ് അർത്ഥം. അതിൻ്റെ ഉള്ളിൽ എന്തിനാണ് ഒരു യാ എന്ന് ചോദിച്ചാൽ അതിനുത്തരം ശ്രീയാ.
വാ. ഇതിനെക്കാട്ടും ഗംഭീരമാക്കാൻ ശ്രമിക്കണം. ഇപ്പോഴാണ് വലിയൊരു ടാസ്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും വിവേകിന്റെ സ്റ്റൈലിൽ അടിച്ചു പൊളിക്കാട്ടോ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്റെ മനസ്സിന്റെ നൂല് പൊട്ടി, എന്റെ കരളിന്റെ എടു ചിന്തി, നനനനനനേ, 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 നനനനനനേ. എത്ര കാലം നടന്നേ ഈ വഴിയിൽ, എത്ര കണ്ണീർ ചൊരിഞ്ഞേ ഈ കണ്ണലിൽ. ചെന്നൈയിലെ മഴക്കെടുതിയൊക്കെ ഇപ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ട് കേട്ടോ. അതെന്നെ കേൾക്കുന്നത് വലിയ കാര്യമാണ് അല്ലേ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം ഉണ്ട് കേട്ടോ. നമ്മളിന്ന് വരുന്ന വഴിക്ക് ചാക്യാർക്ക് ചെറിയൊരു ഒരു ശബ്ദം കേൾക്കുന്നുണ്ടായി, 1-2 ശബ്ദങ്ങൾ. അപ്പോൾ അത് കേട്ടപ്പോഴാണ് ചാക്യാർക്ക് ഇന്ന് പ്രകൃതിയിലെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് ഓർമ്മപ്പെടുത്താനുള്ള ഒരു ഇതുണ്ടായത്. അതായത് ഞാനിന്ന് നമ്മുടെ KSRTC-ലാണ് കേട്ടോ വന്നത്. അതിലിങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, ബസ്സിൻ്റെ ഹോണടിയും ഒക്കെ കേട്ടാൽ നല്ല കൊതിച്ചങ്ങോട്ട് ഓടുക എന്നാ വിചാരിക്കുക. എന്നാലോ അതിങ്ങനെ ഇഴഞ്ഞ് അങ്ങനെ പോവും. എന്നാലും തിരക്കുള്ള സ്ഥലത്ത് നമ്മൾ ആ ചെറിയ ശബ്ദം കേട്ടാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അല്ലേ അല്ലേ? ഉവ്വ. അപ്പം അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വണ്ടി അങ്ങോട്ട് പോയി നിൽക്കുമ്പോണ്ടല്ല ഒറ്റ ബ്രേക്ക് ഡൗൺ ആവല. എന്തായി, രാവിലെ തന്നെയാണേ, തിരക്കുണ്ടേ കുറച്ച്. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ നിന്ന് അങ്ങനെ ഇറങ്ങി നടക്കുകയായി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീട്ടുമുറ്റത്ത് ഒരു ചെറിയൊരു പയ്യൻ നമ്മുടെ ഈ ഓട്ടോറിക്ഷേൻ്റെ ഹോണ്, അതേമാതിരി ഈ ഐസ്ക്രീമിൻ്റെ ഒക്കെ ആൾക്കാർ ഹോൺ അടിക്കുന്നുണ്ടില്ലേ, അതാണ്ടിട്ട് പിള്ള പയ്യ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നിട്ട് ഇടയ്ക്ക് ഒരു കൈ അതിൻ്റെ ഉള്ളിലൊരു വെക്കലുണ്ട്. അത് കേട്ടപ്പോഴാണ് ചാക്യാർക്ക് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായത്. അതായത് ഹോൺ എടുത്തിട്ട് പയ്യൻ ഒറ്റ കൈ വെക്കല. അപ്പോൾ ചാക്യാർക്ക് ഇന്നൊരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടായിക്കോട്ടെ എന്നൊരു ഉൾവിളി ഉണ്ടായി. അതായത് 1823 സർ വില്യം ബേസ് എന്ന ബ്രിട്ടീഷ് ജൈവശാസ്ത്രജ്ഞനാണ് ആദ്യമായി മിമിക്രി എന്ന പദം കണ്ടെത്തിയത്. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിനായി പക്ഷി മൃഗാദികൾ പലതരത്തിലുള്ള നിറം സ്വീകരിക്കുമായിരുന്നു. അതുപോലെ തന്നെ റോമിലും വെനീസിലുമുള്ള രാജസദസ്സുകളിൽ രാജാവിൻ്റെ പ്രീതി ലഭിക്കുന്നതിന് വേണ്ടി കൊട്ടാരം വിദൂഷകർ പട്ടിക്കുറയുടെയും പൂച്ച കരച്ചിലിൻ്റെയും ശബ്ദം അനുകരിച്ച് കലാസദ്യ തന്നെ ഒരുക്കുമായിരുന്നു അത്രേ. ഇത്തരത്തിലൂടെ വളർന്നു വന്ന മിമിക്രി കാലാന്തരങ്ങളുടെ ദേശാന്തരങ്ങളുടെ സഞ്ചരിച്ച് ഇന്ന് മിമിക്രി എന്ന നവീന കലാരൂപമായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ സാക്ഷാത്കാരമായി ഈ ചാക്യാരുടെ മനസ്സിൽ, അതായത് സ്വപ്നത്തിലുള്ളൊരു കാട്ടിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണത്. എന്താ റെഡിയല്ലേ? ഇത് ചാക്യാരുടെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. എന്താ അറിയോ, ഈ ചാക്യാര് സ്വപ്നം കണ്ട പോലെ തന്നെ നമ്മുടെ സ്വപ്നത്തിൽ മാത്രം ആയി പോകരുത് ഈ കാട് എന്നൊരു ബോധ്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ചാക്യാർ ഇത് ഓർമ്മപ്പെടുത്താൻ വന്നത്. എന്താ, നമ്മളെല്ലാവരും സേവ് ചെയ്യില്ലേ നമ്മുടെ കാടിനെ അല്ലേ? കാടില്ലെങ്കിൽ നമ്മളില്ല, നമ്മളില്ലെങ്കിൽ കാടില്ല, ശരിയല്ലേ? എന്നാൽ ഈ ചാക്യാർ അങ്ങോട്ട് എൻ്റെ മനസ്സിൻ്റെ നൂല് പൊട്ടി, എൻ്റെ കരളിൻ്റെ എടു ചിന്തി,
വിവേകിന്റെ പെർഫോമൻസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കമന്റ്സിലേക്ക് പോവാം. തീർച്ചയായിട്ടും. ജയരാജ് ചേട്ടാ, ആത്യന്തികമായി എനിക്ക് ഒരു കാര്യം പറയാൻ ഇത്രയേ ഉള്ളൂ. യക്ഷഗാനം എന്ന് പറയുന്ന കർണാടകത്തിലെ ഒരു കലാരൂപം ഞാൻ അതിൻ്റെ ഒരു 5 മിനിറ്റ് എനിക്ക് അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയാൽ, അതല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഒരു പ്രശസ്തമായ ഒരു ഫോക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ കലാരൂപം എന്നോട് അവതരിപ്പിക്കാൻ പറഞ്ഞാൽ, ഞാൻ അതിൻ്റെ ഒരു ആശാനെ പോയി കണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരാളെ പോയി കണ്ട്, എനിക്ക് എത്രത്തോളം ചെയ്യണമോ അത് പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടേ ഞാൻ പെർഫോം ചെയ്യുള്ളൂ. അത് എൻ്റെ ഒരു നിർബന്ധമാണ്. അപ്പോൾ നമ്മളൊരു ചാക്യാർകൂത്തിനെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അതുമായി നീതി പുലർത്തണം. അല്ലെങ്കിൽ നമ്മളൊരു അനുകരണ കല അല്ലെങ്കിൽ മിമിക്രി എന്നൊക്കെ പറയുന്നത് ഒരു ആക്ഷേപഹാസ്യവും നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന വിഷയങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പരിഹസിക്കലാണ് ഈ കലാരൂപത്തിൻ്റെ പ്രത്യേകത. ജനങ്ങളുടെ ഭാഗത്താണ് നമ്മൾ നിന്നിട്ട് പരിഹസിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കണ്ടിട്ട് കൈയടിക്കുന്നത്. പക്ഷേ നാം ഒരു കലയെ അവതരിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നമ്മളതിൽ നല്ലപോലെ അവഗാഹം ഉണ്ടാവണം എന്ന് പറയാൻ കാരണം, നിങ്ങളിൽ ചാക്യാരെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ, നിങ്ങളുടെ ശബ്ദാനുകരണ കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടതായ ഒരു വഴി നിങ്ങൾ വെട്ടി അന്വേഷിച്ച് പോയത് ചാക്യാർകൂത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ചേരാത്തൊരു സ്ഥലത്തു കൂടെ ആയി എന്ന അത് വളരെ സത്യസന്ധമായി ഞാൻ പറയുകയാണ്. വിവേക്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നമസ്കാരം. വിവേക്, പ്രകൃതിയിലെ ശബ്ദം ചെയ്യാനായിട്ട് കൈകായിട്ടൊരു പോക്ക് പോയി, ഇതിങ്ങനെ. പിന്നെ ഈ സാധനം ഒന്ന് പറിച്ചെടുക്കാൻ എന്ത് ചെയ്യുമെന്നുള്ളൊരു അവസ്ഥയാണ് നമ്മൾ. ഞാൻ അങ്ങോട്ട് വന്നിട്ട് ആ കൈ ഒന്ന് മാറ്റിയാലോ എന്ന് തോന്നി. കാരണം കിളികൾ വന്ന കിളികൾ തന്നെ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ വിവേകിനെ ആലോചിക്കണം, ഞാൻ പറയട്ടെ, വിവേകിനെ ആലോചിക്കണം, ഇനി അടുത്ത സാധനം എന്താ ചെയ്യും, കൈ മാറ്റാനും പറ്റില്ല. ഏത് കിളി ഇനിയിപ്പോൾ എടുക്കാനുള്ളത് വിവേകിനെ ചിന്തിക്കുന്നുണ്ട് മേളിലേക്ക് നോക്കിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ആരൊക്കെ ഉമ്മ വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു വേറെ സാധനം ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞു, അത് 3 പ്രാവശ്യം ചെയ്തപ്പോൾ പിന്നെ അതും മടുത്തു. അങ്ങനെ വിവേക് തിങ്ക് ചെയ്യാനായിട്ട് തന്നെ ഈ കൈ വെച്ചിരിക്കുക ഇവിടെ. മനസ്സിലായി? അപ്പോൾ നമ്മൾ ശബ്ദം എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ജയരാജേട്ടൻ പറഞ്ഞത്, ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു തട്ടിപ്പും നടക്കില്ല. ഞാനൊരു പ്രേക്ഷകനെ, എനിക്ക് നിങ്ങളുടെ പരിപാടി കാണാനുള്ള ഇഷ്ടം കൊണ്ടും അത് ആസ്വദിക്കാൻ വേണ്ടിയും എല്ലാ സമയങ്ങളിലും ആസ്വദിക്കുന്ന ഒരാളായതുകൊണ്ട് ഒരു പ്രേക്ഷകൻ്റെ ഭാഗത്തു നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. അല്ലാതെ എന്നൊരു ആർട്ടിസ്റ്റായിട്ടോ ഈ ഒരു സീറ്റിലിരിക്കുന്ന ആളായിട്ടൊന്നും നമ്മൾ കാണാൻ പാടില്ല. അത് നമുക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യം. അപ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ആ ഫോൾട്ടുകൾ എന്താണെന്നുള്ളത് സ്വയം തിരിച്ചറിയാം. വിവേകിനെ കുറിച്ച് എന്തായാലും ഒന്ന് ശരിക്ക് സ്റ്റഡി ചെയ്യണം, അല്ലാതെ രക്ഷയില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരൺ ചേട്ടാ. വിവേകേ, ഒരു കാര്യം മാത്രമാണ് എനിക്കിഷ്ടപ്പെട്ടത്. കാട് സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞില്ലേ? ആ ഒരു തോട്ടിന് എൻ്റെ വക ഒരു ഐഡിയ ഉണ്ട് പ്രത്യേകം. പുറമേ നിന്ന് വിചാരിക്കുന്ന പോലെ പലപ്പോഴും നമുക്ക് സ്റ്റേജിൽ കയറുമ്പം പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പല കാരണങ്ങളുണ്ടാവും. അപ്പം അതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ടാവാം. പക്ഷെ എന്തായാലും ഒട്ടും ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നി. കൊച്ചുകുട്ടികൾ വരെ ചെയ്യുന്ന രീതിയിലുള്ള ശബ്ദാനുകരണങ്ങളായിരുന്നു വിവേക് എന്നിവിടെ ചെയ്തത്. അപ്പോൾ വിവേകിൻ്റെ ഇത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇനിയുള്ള പെർഫോമൻസുകളൊക്കെ നന്നായിട്ട് ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനും അതിനെ പ്രാർത്ഥിക്കാം. ഓൾ ദി ബെസ്റ്റ് വിവേക്. അപ്പോൾ എന്തായാലും നമുക്ക് മാക്സിലേക്ക് പോവാം. ടോട്ടൽ ഇൻ 75, 25 ഈച്ച്. ജയരാജ് ചേട്ടാ, ഔട്ട് ഓഫ് 25 17 out of 25. നമസ്കാരം. 17 out of 25. ശാൻ ചേട്ടാ, 18 on 25. 18 out of 25. So in total 52 out of 75. വിവേക്, ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഇനിയുമുണ്ട് നമുക്ക് സ്റ്റേജുകൾ. അതിൽ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കറക്റ്റ് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എത്തുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേരുകൾ നമുക്ക് ചുറ്റുമുണ്ട്. എല്ലായിടത്തും ഹെൽപ്പ് ചെയ്യും. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ടുള്ളതെല്ലാം ശക്തമായിട്ട് തന്നെ തിരിച്ചു വരും. അത്രേ ഉള്ളൂ, ശക്തമായി തിരിച്ചു വരണം. അതാണ് പോസിറ്റീവ് എനർജി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടുത്തതായിട്ട് പെർഫോം ചെയ്യാൻ എത്തുന്നു രൺദീപ്.
ഇന്ന് എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ചുംബന സമരം എന്ന അതൊരു വലിയ സമരം തന്നെയായിരുന്നു. അപ്പം അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓക്കെ. അപ്പം എന്തായാലും പെർഫോമൻസ് കാണാം. ജഡ്ജസ് ഷുവർ കാണാം. രൺദീപ് സദാചാര ഗുണ്ടായസത്തിനെതിരെ എന്ന പേരിൽ കൊച്ചിയിൽ നടന്ന ചുംബന സമരത്തോട് കേരളത്തിലെ ചലച്ചിത്ര രാഷ്ട്രീയ രംഗത്തുള്ളവരുടെ പ്രതികരണങ്ങളിലേക്കും അഭിപ്രായങ്ങളിലേക്കും. സദാചാര ഗുണ്ടായസത്തിനെതിരെ കൊച്ചിയിൽ ചുംബന സമരം ഉള്ള പരിപാടി. മധുവിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? വിളിച്ചു നോക്കാം. ഹലോ, മധു അല്ലേ? എന്താടോ കാലത്ത് തന്നെ? കൊച്ചിയിലൊരു ചുംബന സമരം നടക്കുന്നുണ്ട്, താൻ വരില്ലേ? തനിക്ക് നാണമില്ലല്ലോടോ, വെച്ചിട്ട് പോടോ. ഓ പെട്ടല്ലോ. ഇനിയിപ്പോൾ ആകെ വിളിക്കാനുള്ളത് ഉമ്മറിനെയാണ്. ഉമ്മറിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഉമ്മറല്ലേ? ഇന്ന് കൊച്ചിയിലൊരു ചുംബന സമരം നടക്കുന്നുണ്ട്, താൻ വരില്ലേ? തീർച്ചയായിട്ടും. രാവിലെ പത്രം വായിച്ച സമയം മുതൽ ഞാൻ പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. എനിക്കൊരു സംശയം, നമ്മൾ ചുംബിക്കാനുള്ള ആളെ നമ്മൾ കൊണ്ടുപോകണോ അല്ലെങ്കിൽ അവിടെ നിന്ന് തരുമോ? അവിടെ നിന്ന് തന്നെ തരുമായിരിക്കും. എന്നാൽ പിന്നെ കൊച്ചിയിൽ വെച്ച് കാണാം. ഇവിടെ ഒരു മനുഷ്യനെ പോലും കാണുന്നില്ലല്ലോ. ഇപ്പൊ സമയം 5:10. രാഷ്ട്രീയക്കാരും ചാനലുകാരും ഒക്കെ അപ്പുറത്താ. അതുകൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകണ്ട, നമുക്ക് എന്നാൽ ഇപ്പുറത്തേക്ക് പോകുന്നതായിരിക്കും ഉചിതം. പ്രിയമുള്ളവരെ, 1967 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്, അല്ല ചാണ്ടി, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? അതൊരു തെളിവുണ്ടോ? ഒരു തെളിവുണ്ടോ? ഈ പുസ്തകങ്ങളിലൊക്കെ എങ്ങനെയാണ് അച്ചടിച്ചത്? ഇന്ത്യക്ക് കുറച്ച് നേരത്തെ സ്വാതന്ത്ര്യം കിട്ടിയത് എൻ്റെ തെറ്റാണോ? എടോ ചാണ്ടി, ഇവിടെ സരിത വന്നിട്ടില്ല. കവിതയോ? ആര്യാണെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു, ഒന്ന് പറഞ്ഞോളൂ. അല്ല മോനെ, ഈ ചുംബന സമരം എന്നൊക്കെ പറഞ്ഞാൽ ഇതല്ലൊരു സമരാടോ. വീട്ടിൽ നമ്മൾ സ്വകാര്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലോ നടു റോട്ടിൽ നിന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം കേട്ടാ. വീസ് ഇതിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. വീസിൻ്റെ അഭിപ്രായം ഒന്ന് വ്യക്തമാക്കണം. ഇപ്പോൾ ഒരു സമര പരിപാടിക്ക് ആളുകളെ കിട്ടാൻ നല്ല പ്രവർത്തനം വേണ്ടി വരുന്ന കാലത്ത് ചുംബന സമരം പോലെയുള്ള വൃത്തികെട്ട സമരങ്ങളിൽ ആളുകളെ പങ്കെടുപ്പിക്കുവാൻ യാതൊരു പ്രയാസവുമില്ല. ഇതാര് സത്യനോ? തന്നെ കുറെ കാലോ കണ്ടിട്ട്. എങ്ങനെയുണ്ടായിരുന്നു തൻ്റെ ചുംബന സമരമൊക്കെ? എനിക്കും കിട്ടി 2 എണ്ണം. തനിക്കോ? പക്ഷേ അത് പോലീസുകാരുടെ ലാത്തി കൊണ്ടുള്ള 2 ചുടു ചുംബനമായിരുന്നു. എനിക്ക് മാത്രമല്ല, അവിടെയുള്ള ഒരുവിധ ആളുകൾക്കൊക്കെ അത് കിട്ടി. ഏതൊരു ദുഷ്പ്രവൃത്തിക്കും ആളുകളുടെ പിന്തുണയുണ്ടാവുന്ന ഇക്കാലത്ത് സമൂഹത്തിലെ നന്മകളും തിന്മകളും തിരിച്ചറിഞ്ഞ് തിന്മകളെ ഇല്ലായ്മ ചെയ്യാനുള്ള സമര പരിപാടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ നാട്ടിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. എന്തോ നല്ല കോൺസെപ്റ്റ് ആയിരുന്നു. എന്തായാലും നമുക്ക് എന്താണ് വരയ്ക്കുന്നുണ്ടോ? ഇല്ല, വരയ്ക്കുന്നൊന്നുമില്ല. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ് നമുക്ക് ചോദിക്കാം. നമസ്കാർ രൺദീപ്, എന്ത് തോന്നി? ഒന്നും തോന്നിയില്ല. ഞങ്ങൾക്കൊന്നും തോന്നിയില്ല, അതാണ് ചോദിച്ചത്. രൺദീപ് ഇപ്പോഴത്തെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, രൺദീപിൻ്റെ പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, പ്രായത്തിൻ്റെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. അത് നമ്മൾ ഇനി വരുമ്പോൾ അത് പലവരും അത് പറഞ്ഞു തരും. നമ്മൾ ഈ ശബ്ദം ചേഞ്ച് ആവുന്നൊരു സമയം. രൺദീപിന് എത്ര വയസ്സ്? 17 വയസ്സ്. അപ്പോൾ ഇതിൽ ഈ കോൺസെപ്റ്റിൽ എനിക്ക് തോന്നുന്നത് രൺദീപ് ശബ്ദങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ അങ്ങനെ തന്നെ വ്യക്തമായിട്ട് പറയാം, അല്ലേ? രൺദീപ് ചെയ്ത എല്ലാ നടന്മാരിലും രൺദീപിൻ്റെ ഒരു പ്രായം ഉണ്ടായിരുന്നു. രൺദീപിനെ എല്ലാം ചെയ്യാൻ പറ്റും, ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ശബ്ദം മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അത് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റേജ് എന്താണ്, ആ ഡെപ്ത്ത്, ആ ലെവൽ എന്താണെങ്കിൽ അതനുസരിച്ചുള്ള താരങ്ങളായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഞാനൊരു ടൈമിൽ ഭയങ്കരമായിട്ട് ഈ ജനാർദ്ദൻ ചേട്ടനൊക്കെ നമ്മൾ പണ്ട് ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അന്ന് ഞാൻ ഫിലോമിന ചേച്ചിയാണ് ചെയ്തിരുന്നു.
ഫിലോമിന ചേച്ചി നമ്മളൊരു യുവജനമേളയ്ക്ക് എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു സംഭവം അവർ എടുത്തു പറഞ്ഞത് ആദ്യമായിട്ടൊരു ഫീമെയിലിനെ നിങ്ങൾ അനുകരിച്ചു. എവിടുന്നാണ് ചലിക്കണത്? അടിച്ചതിന് മോനെ ഷേപ്പ് ഞാൻ മാറ്റും. അവൻ്റെ ഒരു മോളെ നല്ല മസാല ദോശ കിട്ടൂടെ? അവരുടെ അതനുസരിച്ചുള്ള ചില സംഭവം. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം എനിക്കൊരു മമ്മൂട്ടി ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല. സത്യം പറയാമല്ലോ, ഓ വല്ലാത്തൊരു കഷ്ടം തന്നെ. ഇതെനിക്ക് അന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പം അന്ന് നമ്മൾ ഷാർപ്പായിട്ട് ആ ഒരു ലെവലിൽ കിടക്കുന്ന എന്നെ കൊണ്ടാവില്ല, നമ്മളത് പറഞ്ഞാലും അത് വിശ്വസിക്കാനുള്ളൊരു ഈ നെടുമുടി വീണു ഈ സംഭവങ്ങളൊക്കെ അന്ന് വലിയ കുഴപ്പമില്ലാത്തൊരു ശബ്ദമായിരുന്നു എൻ്റെ പ്രായം അതായിരുന്നു. ഓക്കെ, അപ്പം നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഏതെടുത്താലാണ് എനിക്ക് കുറച്ചെങ്കിലും അതിനായിട്ട് മാച്ച് ചെയ്ത് പോകാൻ പറ്റുകയെന്ന്. ഇപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനെ നമുക്ക് ഒരു എന്താ പറയുക, അങ്ങനെ ഒരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഒരു മത്സരവേദിക്ക് പറ്റിയിട്ടുള്ള റൂട്ടൊക്കെ എല്ലാം ഓക്കെയാണ്, അതിലെ തമാശകളും കുഴപ്പമില്ല. പക്ഷേ ശബ്ദത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ശബ്ദമാണ് നമ്മുടെ മെയിൻ ആയിട്ട് വന്നതുകൊണ്ട് അതിനകത്തുള്ളൊരു പ്രോബ്ലമാണ്. ഓക്കെ ഓക്കെ സാർ. അപ്പോൾ എന്തായാലും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു കാ. ജയരാജ് ചേട്ടാ. നവാസ് പറഞ്ഞു തന്നെ വളരെ സത്യമായിട്ടുള്ള കാര്യം. അദ്ദേഹത്തിൻ്റെ ശബ്ദം അവിടെയുമല്ല ഇവിടെയുമല്ല എന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. പിന്നെ എനിക്ക് ഗ്രൂമിങ് കഴിഞ്ഞ് ആദ്യത്തെ കോമ്പറ്റീഷനിൽ വന്നപ്പോഴേ ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. പൊതുവെ സത്യൻ സാർ എന്ന വലിയ നടൻ്റെ ശബ്ദം ഇതല്ല, ഇതാ ഒരു തലേണോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ തലങ്ങാണയൊന്നും എനിക്ക് വെക്കണ്ട, എനിക്കുറക്കം വരില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അദ്ദേഹം മലയാളം കണ്ട ഏറ്റവും വലിയ നടന്മാരിലൊരാളാണ്. അതുപോലെ തന്നെ രാജീവ് അംഗം അല്ല, എന്താണ് കളമശ്ശേരി രാജീവ് ഒരു AK ആന്റണിയെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ അനുകർത്താക്കളാവരുത്. നമ്മളെല്ലാം ഒരു ഒറ്റക്കെറ്റായി നിൽക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഒറ്റക്കെറ്റായി നിൽക്കണം. ഷാജോനും നവാസും ഞാനും ഇപ്പോൾ ഒറ്റക്കെറ്റാണ്. ഒറ്റക്കെറ്റായി നമ്മൾ നിൽക്കണം. അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഉമ്മനാണോ ചുമ്മനാണോ എന്ന കാര്യം ജനങ്ങൾ തീരുമാനിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അതെന്താണ്, എവിടെയാണ് ആ പ്രത്യേകത, അത് മനസ്സിലാക്കണം. അല്ലാതെ വേറൊരാൾ ചെയ്തു, അത് വേറൊരാൾ ചെയ്തു, അതിനെ വേറൊരാൾ ചെയ്തു, അങ്ങനെ വരുമ്പോൾ വലിയ പ്രശ്നങ്ങൾ. എല്ലാം അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്, എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ചുംബന സമരം എന്ന ടോപ്പിക്കിലൊക്കെ കൊണ്ടുപോയത് നന്നായി, പക്ഷേ എവിടെയൊക്കെ ദുർബലമായി അതിങ്ങനെ പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചുംബിക്കാനുള്ള ഒരു താല്പര്യം പോലും നഷ്ടപ്പെട്ടു. എന്നാലും കുഴപ്പമില്ല, ഓൾ ദ ബെസ്റ്റ്. ഇനിയും പരിശ്രമിക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ചേട്ടാ. ഷാജൻ ചേട്ടാ. മോനെ രന്ദീപേ, ചേട്ടാ ഉമ്മൻചാണ്ടി കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നന്നായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും പറഞ്ഞതുപോലെ മോൻ്റെ ശബ്ദവുമായിട്ട് സാമ്യം ഉള്ളതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ബാക്കിയൊക്കെ ഇനി വരുന്ന സമയത്ത് മോൻ പ്രാക്ടീസ് ചെയ്ത് നന്നാക്കി എടുക്കാനേ പറ്റുള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയത് രന്ദീപിൻ്റെ ഈ ജുബായിട്ടുള്ള ഈ നിപ്പ് കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ ഒന്ന് ഓർമ്മ വന്നു കുറേ വർഷങ്ങൾക്ക് മുൻപ്. കാരണം അന്ന് എൻ്റെ 17ാമത്തെ വയസ്സിൽ കോട്ടയത്ത് വെച്ചായിരുന്നു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവൽ. ഞാൻ മിമിക്രി കോമ്പറ്റീഷന് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപ് എപ്പോഴോ അബീക്കയ്ക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു വർഷം അബീക്ക പെർഫോം ചെയ്യുന്ന ഫോട്ടോ പത്രത്തിൽ വന്നായിരുന്നു. ഒരു വൈറ്റ് ജുബയും വൈറ്റ് പാൻറ്റൊക്കെ ഇട്ടിട്ടായിരുന്നു അബീക്ക പെർഫോം ചെയ്തത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതേപോലത്തെ ഒരു വൈറ്റ് ജുബയൊക്കെ സംഘടിപ്പിച്ചിട്ട് ഞാൻ കയറി. അപ്പം എൻ്റെ വിചാരം അതുപോലത്തെ ഒരു ജുബയൊക്കെ ഇട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നുള്ളൂ. അപ്പോൾ കോട്ടയം ആയതുകൊണ്ട് നമ്മുടെ കുറേ ഫ്രണ്ട്സൊക്കെ കൊണ്ട് കയറിയപ്പോൾ ഭയങ്കര കൈയടി, നിനക്ക് ഉറപ്പാടാന്നൊക്കെ പറഞ്ഞു, ഫസ്റ്റ് ഉറപ്പാടാന്നൊക്കെ പറഞ്ഞു. പക്ഷേ മത്സരം കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല. അപ്പം ഞാനത് പറഞ്ഞു വന്നത് അന്ന് എനിക്ക് മനസ്സിലായി, നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടണം എന്നെനിക്ക് മനസ്സിലായി. എന്തായാലും 17ാമത്തെ വയസ്സിൽ ഇവിടം വരെ എത്താൻ മോന് കഴിഞ്ഞല്ലോ. താങ്ക് യു സാർ. എൻ്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ ആ തിരുനക്കര മൈതാനത്ത് നിൽക്കുകയായിരുന്നു. മോൻ്റെ 17ാമത്തെ വയസ്സിൽ ഇതുപോലൊരു ചാനലിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് പെർഫോം ചെയ്യാനുള്ളൊരു ഭാഗ്യം ദൈവം തന്നു. അതും ഇവരെ പോലുള്ള നല്ല നല്ല ജഡ്ജസിൻ്റെ മുന്നിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഇനിയും വരും വർഷങ്ങളിൽ മോൻ്റെ കഠിനാധ്വാനവും
ഭാഗ്യവും എല്ലാം കൊണ്ട് ഒരുപാട് നല്ലൊരു മിമിക്രി കലാകാരനാവാനും അതുവഴി മോൻ ഉദ്ദേശിക്കുന്ന രീതിയിലെല്ലാം നന്നായിട്ട് പോകാനും ദൈവം അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം പഠിത്തവും നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പം എന്തായാലും രൺദീപ് കമന്റ്സ് കേട്ടു, മാർക്സിലേക്ക് പോവാം. ഓക്കെ. ഇസ് ഔട്ട് ഓഫ് 25 ജയരാജ് ചേട്ടാ എത്ര വയസ്സ്? 70. 17 വയസ്സുകാരന് 17 മാർക്ക്. ശരിക്കും മധുര 17ആണ്. അത് മധുരിക്കട്ടെ. താങ്ക് യു സാർ. അടുത്ത വർഷം നമുക്ക് എന്തായാലും 18 കൊടുക്കാം അല്ലേ? ഇപ്പൊ 17 ഒരു പ്രോത്സാഹനവും ഒരു സൂചനയും കൂടിയാണ്. ഓക്കെ, 17. താങ്ക് യു സാർ. താങ്ക് യു നവാസ്ക. ഷാൻ ചേട്ടാ എൻ്റെ കുട്ടിക്കാലം അല്ല ചെറുപ്പകാലം ഓർപ്പിച്ചതിന് ഒരു അരയും കൂടി ഞാൻ കൂട്ടുന്നു, 17.5. താങ്ക് യു ഷാജാൻ. 17.5 out of 25. So in total 51.5. All the best രൺദീപ്. രൺദീപിന്റെ പെർഫോമൻസോടെ ഇന്നത്തെ മിമിക്സ് പരേഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. അടുത്ത എപ്പിസോഡ് കാണാം. Until then, we will take care. It's me Sriya signing off from Mimics Parade.